ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിൽഷാദ് ഫിറ്റ്നസ് യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇപ്പോൾ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഫിറ്റ്നസ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ബോഡി ബിൽഡിംഗ് രീതിയിലുള്ള ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരു വർക്കൗട്ട് തുടങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ലെഗ് ഡേ തുടങ്ങാം എന്നുദ്ദേശിച്ചിട്ടാണ് ഞാൻ വന്നത്. വർക്കൗട്ട് മീൽ ഒരെണ്ണം കഴിച്ചിട്ട് നമുക്ക് വർക്കൗട്ട് പതിയെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള മീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്ഗാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാനൊരു പ്രീ വർക്കൗട്ടായിട്ട് എടുക്കണത്, അതുപോലെ തന്നെ ഒരു വർക്കൗട്ട് മീലായിട്ട് എടുക്കുന്നത് ഒരു 3 എഗ് വൈറ്റാണ്. അത് ഞാൻ എടുക്കാറ്. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് വരുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആൾക്കാർ കുറവായിരിക്കും. വേഗം നമുക്ക് കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ വീഡിയോ കാരണം കൊണ്ട് നമ്മൾ വീഡിയോ ഇടുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അതിന് മുന്നേ ഇവിടെ പോകാനും അങ്ങനെ നടക്കാനും ഒരു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് വന്നത്. ഓക്കെ, ടബിലാണ് അപ്പോൾ നമുക്ക് ലെഗ് വർക്കൗട്ട് ഇടുന്നതിനേക്കാൾ മുന്നേ നമുക്ക് ഷൂസും കാര്യങ്ങളൊക്കെ ഒന്നിട്ട് ഒന്ന് സെറ്റായതിനു ശേഷം തുടങ്ങാം. വാംപ്പ് സെക്ഷൻ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മൾ നന്നായിട്ട് വാമായിരിക്കണം. നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനാമിക് മൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ മെയിനായിട്ട് വാമപ്പ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് റൊട്ടേഷനാണ്. ഓക്കെ, പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. നെക്ക് 1. ഈ മൂവ്മെൻറ്റ്സിന് ഒരു ഓർഡർ ഉണ്ട്. ഈ ഓർഡറിലാണ് ചെയ്ത് പോയാൽ മതി. കാരണം നമ്മൾ അപ്പർ ബോഡി മുതൽ ലോവറിലേക്ക് വരുന്ന മൂവ്മെൻറ്റ്സ് അങ്ങനെ ആലോചിച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പം നെക്ക് മേലിൽ നിന്ന് തുടങ്ങി നമ്മൾ പിന്നെ അടുത്തതിന് ഷോൾഡർ റൊട്ടേഷൻ, ഫ്രണ്ടിലേക്ക് 10 times ചെയ്യുക. റിവേഴ്സ് ഷോൾഡർ നമുക്ക് ഇങ്ങനെ സർക്കിൾ ചെയ്യാം. 10 times അങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് ചെയ്താൽ മതി. ഔട്ടാ റിവേഴ്സ് ചെയ്യുക, ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും. ഓക്കെ, നമുക്ക് എൽബോന്ന് റൊട്ടേഷൻ കൊടുക്കുക. സർക്കിൾ തന്നെ ചെയ്താൽ മതി. ക്ലോക്ക് വൈസും ചെയ്യുക, ആൻറ്റി ക്ലോക്ക് വൈസും ചെയ്യുക. ഓക്കെ, നമ്മുടെ ബോഡി വാമായിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ഇന്നത്തെ മൂവ്മെൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചുറീസിൻ്റെ സാധ്യത വളരെയധികം കൂടുതലാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഹെവി വെയിറ്റ് ഒക്കെ എടുത്ത് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് പല ഇഞ്ചുറി വരാനും സാധ്യതയുണ്ട്. എന്തെങ്കിലും ഇഞ്ചുറി വന്ന് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വർക്കൗട്ട് പോസിബിൾ അല്ല. ഓക്കെ, ശ്രദ്ധിക്കുക. ഓക്കെ, പക്ഷേ നമ്മുടെ റിസ്റ്റ് ഒന്ന് റൊട്ടേഷൻ കൊടുക്കാം. റൈറ്റിലേക്ക് ഒരു 10 times കൊടുക്കുക, റിവേഴ്സും കൊടുക്കുക. ഓക്കെ, വീഡിയോ ഷൂട്ട് ചെയ്യലും എക്സസൈസ് ചെയ്യലൊക്കെ ഞാൻ തന്നെയാണ്, വേറെ ആരും ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ചില പോരായ്മകളൊക്കെ ഉണ്ടാവും, ചിലതല്ല കുറേ അധികം പോരായ്മകളുണ്ടാവും. ക്ഷമിക്കുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നന്നായിട്ട്. ഓക്കെ, ശരി. ജസ്റ്റ് റിവേഴ്സ് ചെയ്യാം. ഈ ഫ്രീ സ്ക്വാട്ട് ചെയ്ത് സെറ്റായെങ്കിൽ മാത്രമേ നമുക്ക് സ്ക്വാട്ടിലേക്ക് കിടക്കുമ്പോൾ വെയിറ്റ് ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഞ്ചുറി ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് ശ്രദ്ധിക്കണം കേട്ടോ.
ഇപ്പോൾ നമ്മുടെ വാമ്പ് കഴിഞ്ഞു, കുറച്ച് വെള്ളം കുടിക്കാം. പലരും പിന്നെ പറഞ്ഞ് കേൾക്കാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വെള്ളം കുടിക്കാൻ പാടുണ്ടോ, ജിമ്മിൽ വെള്ളം കുടിക്കാൻ പാടുണ്ടോ, വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറയണതാണ്. മണ്ടത്തരമാണ്. നമുക്ക് ഡ്രൈ ആകുമ്പോഴും നമുക്ക് നന്നായിട്ട് വേർപ്പൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വെള്ളം കുടിക്കണം എന്നാണ്. ഓക്കെ, വെള്ളം കുടിക്കാം. വല്ലാണ്ട് കുടിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ട് വരും കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്കോട്ടിലാണ് തുടങ്ങാൻ പോകുന്നത്. ലെഗിൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് ഞാൻ ചെയ്യാറുള്ളത് സ്കോട്ടാണ്. ഞാൻ ചെയ്യാറുള്ള സ്കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മിത്തിലാണ് ഞാൻ സ്കോട്ട് കൂടുതലും ചെയ്യാറ്. ഓക്കെ, കറക്റ്റായിട്ട് പോസ്റ്റർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എനിക്ക് കറക്റ്റ് കിട്ടുന്നത് ഇതിലാണ്, സ്മിത്തിലാണ്. അപ്പോൾ ഞാൻ സ്മിത്തിൽ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്കോട്ട് ചെയ്യണത് നമ്മൾ 4 സെറ്റാണ് സ്കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഒരു 12, പിന്നെ വെയിറ്റ് കൂട്ടിയിട്ട് അതൊരു 10, പിന്നെ ഒരു 8, അങ്ങനെ റെപ്സ് കുറയ്ക്കുക. വെയിറ്റ് കൂട്ടുന്നതനുസരിച്ച് ഞാൻ റെപ്സ് കുറയ്ക്കാറുണ്ട് കേട്ടോ. ഞാൻ ചിലതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് റെപ്സ് ഒരു 12 ആണെങ്കിൽ 12 ഞാൻ അടിച്ച് തീർക്കാറുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, ജിമ്മിലത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് റാക്ക് ചെയ്യലാണ് ഏറ്റവും വലിയ കാര്യം. പലരും വെയിറ്റ് പല രീതിക്കും വെച്ച് പോകും, റാക്കിൽ കറക്റ്റായിട്ട് വെക്കില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ 10 നിന്നാണ് തുടങ്ങുന്നത്. സ്കോട്ട് അടിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഇഞ്ചുറി കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഒരു വർക്കൗട്ടാണ് സ്കോട്ട്. എന്നാൽ പിന്നെ പക്ഷേ കാലിനടിക്കുമ്പോൾ സ്കോട്ട് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു പവറില്ല. നമ്മൾ ലോഡ് ചെയ്തു. ഓക്കെ, സ്റ്റാൻസ് കറക്റ്റ് ചെയ്തു. ഓക്കെ, വയറുള്ളിലേക്ക് പിടിച്ചു, നേരെ ഇരിക്കുക. 1 2 3 4 5 6 7 8 9 10 1 2. ഓയിൽ കൊടുക്കാതെ കാരണം കൊണ്ട് നല്ല അധികം സൗണ്ട് ഉണ്ട്. ശ്രദ്ധിക്കാട്ടാ, വലിയ പ്രശ്നമൊന്നുമില്ല, ഹാർഡൊന്നുമില്ല. ആ സൗണ്ട് മാത്രമല്ല, ഇവിടെ ഒരു കരകരപ്പ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സെറ്റ് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് കുറച്ച് റെസ്റ്റ്. ഓരോ സെറ്റ് കഴിയുമ്പോഴും നമുക്ക് കുറച്ച് റെസ്റ്റ് ആവശ്യമാണ് കേട്ടോ. അടിച്ചോണം നിൽക്കേണ്ട ആവശ്യം നമുക്കില്ല. റെസ്റ്റ് ചെയ്യാം. ഓക്കെ, വെള്ളം എവിടെ? വെർ ഇസ് മൈ ബോട്ടിൽ? നിങ്ങൾ ഏറ്റവും വലിയൊരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ടവൽ വെച്ച് കഴിഞ്ഞാൽ എവിടെയെന്ന് അറിയാണ്ട് കിട്ടും തപ്പുന്നൊരു പരിപാടി. ഓക്കെ, കിട്ടി. സാധാരണ സബ്സെ ശുദ്ധിജല ഭംഗി. ഓക്കെ, കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വർക്കൗട്ട് നമ്മൾ ചെയ്യണം. കുറച്ച് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് കാണാം പിന്നെ ആ വഴിക്കാണ്ട് വർത്താനം പറയുന്ന പരിപാടി. അതില്ല കേട്ടോ. നമുക്ക് ഒരു 10 കിലോമീറ്റർ കയറ്റണം കേട്ടോ. ഫാൻ ഇട്ടേക്കാം, AC ഇട്ടിട്ടും ചൂടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ സെക്കൻഡ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. വെയിറ്റ് കയറ്റിയിട്ടുണ്ട്. ഓക്കെ, ലോഡ് ചെയ്തു. യെസ്, കമോൺ. നമുക്ക് കിട്ടുന്നത് 10 reps ആണ് ഞാൻ അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് കിട്ടുമോ നോക്കാം. 1 2 10 reps. ഓക്കെ, ലെഗ് അടിക്കുമ്പോൾ കൈ പമ്പ് ചെയ്യണം അല്ലേ? നമ്മുടെ ലെഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ലെഗ്. ഒട്ടുമിക്ക ആൾക്കാരും ലെഗ് സ്കിപ്പ് ചെയ്യാറുണ്ട്. ലെഗ് സ്കിപ്പ് ചെയ്യരുത്. ഞാൻ ആഴ്ചയിലൊക്കെ 2 ദിവസം ലെഗിന് മാത്രം കൊടുക്കാറുണ്ട്. ഓക്കെ, ലെഗിൽ കൊടുക്കുമ്പോഴാണ്, ലെഗിൻ്റെ വർക്കൗട്ട് വരുമ്പോഴാണ് നമുക്ക് എന്താ പറയുക, നമ്മുടെ കൂടുതൽ നമ്മളെങ്ങനെയാണോ നമ്മളെ ബോഡി ആക്കാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലേക്ക് നമ്മുടെ ബോഡീനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റാൻ മെയിൻ സംഭവം എനിക്ക് തോന്നിയിട്ടുള്ളത് ലെഗിനടിക്കുമ്പോഴാണ്. എല്ലാവരും നമ്മുടെ ഈ അപ്പർ ബോഡി സെറ്റ് ചെയ്യും, പക്ഷെ എന്താ വെച്ചാൽ ലോവർ വളരെ വീക്കായിരിക്കും. ഇപ്പോൾ ജെൻസിനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് ജീൻസ് ഇടുമ്പോൾ അതുപോലെ തന്നെ പാൻറ്റൊക്കെ ഇടുമ്പോൾ ശരിക്കും അറിയാൻ പറ്റും അതിൻ്റെ ഡിഫറൻസ്. രണ്ട് ലോവർ നല്ല നന്നായിട്ട് വർക്കൗട്ട് ചെയ്തെങ്കിലാണ് അപ്പർ നമ്മൾ, അതായത് ഒരു കളിമണ്ണിൽ നിന്ന് ഒരു രൂപം ഒരാളെങ്ങനെ ക്രിയേറ്റ് ചെയ്യും, നല്ല രീതിക്ക് ഉണ്ടാക്കണം. അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഇതിനും വരുന്നത്. നമുക്ക് ലോവർ നല്ല പക്കയായിട്ടുണ്ടെങ്കിൽ, ലോവർ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പർ ഡബിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏറ്റവും വലിയ മസിലാണുള്ളത് കാല്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ,
നെക്സ്റ്റ് അടുത്ത് നമ്മൾ ഇനി ഞാനൊരു മൂന്നാമത്തെ സെറ്റിലും 10 വെച്ച് കയറ്റാൻ പോവാം. ഓക്കെ, ഞാൻ 5 എടുക്കണില്ല, 10 വെച്ച് കയറ്റാം. നമുക്ക് അടിക്കാൻ നോക്കാം. മാക്സിമം ഒരു 8 റെപ്സ് കിട്ടിയാൽ മതി. ഓക്കെ, 8 റെപ്പ് കിട്ടി കഴിഞ്ഞാൽ അടിപൊളി. ഓക്കെ, നോക്കാം. 10 കഴിക്കണോ? നമ്മൾ മൂന്നാമത്തെ സെറ്റ് സ്റ്റാർട്ട് ചെയ്യണേ. യെസ്, 1 2 3 5 6 7. Last more, come on. 8 റെപ്സ് അടിച്ചു. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഒരുപാട് ഇട്ടു എന്നതിൽ വലിയ അർത്ഥമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഫോമിൽ ചെയ്യണം. പലരും സ്ക്വാട്ടൊക്കെ ഫുൾ വെയിറ്റൊക്കെ നിറച്ചിട്ട് സ്ക്വാട്ട് അടിക്കുന്നത് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ക്വാട്ട് അടിച്ചിട്ട് മുട്ട് ജസ്റ്റ് ഒരു ബെൻഡ് മാത്രം, ആ ഒരു ഷോ കാണിക്കാന്ന് പറയില്ല നമ്മൾ, ഇത് ശരിക്കും നല്ലതല്ല. അങ്ങനെ കുറേ വെയിറ്റ് ഒരുപാട് പേരെ കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നന്നായിട്ട് ഇരുന്ന് എണീക്കണം. ഓക്കെ, അത് നമ്മുടെ മുട്ടിന് ഒരു കാരണവശാലും ലോഡ് വരാൻ പാടില്ല. വരേണ്ടത് നമ്മുടെ മസിലിന് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമുക്ക് 4ാമത്തെ സെറ്റും കൂടി അടിക്കാം. 4ാമത്തെ സെറ്റ് 10 ഇടാം. ഓക്കെ, ഒരു 6 കിട്ടിയാലും അടിപൊളി. 10ൻ്റെ 4 വരണേ. പിന്നെ ഞാൻ പറയണു, നമുക്ക് പറ്റാവുന്ന രീതിയിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. മീൻസ് വെയിറ്റ് കയറ്റേണ്ടത്. പലർക്കും ഈഗോ അടിച്ചിട്ട് വെയിറ്റ് കയറ്റുന്ന അടിച്ചൊരു പരിപാടിയുണ്ട്. നല്ലതല്ല. നമ്മുടെ ശരീരമാണ്. നമ്മൾ ജിമ്മിന് വരുന്നത് ഫിറ്റ്നസ് ഉണ്ടാക്കാനാണ്, നമ്മുടെ ശരീരം നന്നാക്കാനാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ ഗൈസ്, ഹെവി വെയിറ്റാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഹെവി വെയിറ്റാണ്. റിസ്ക് എടുക്കണ്ട. ബെൽറ്റ് ഇട്ടിട്ട് ചെയ്യണതായിരിക്കും നല്ലത്. ഓക്കെ, 4ാമത്തെ സെറ്റാണ്. നമുക്കൊരു 6 റെപ്പ് കിട്ടിയാൽ മതി. അത്രയും നോക്കാൻ പറ്റുമെന്ന്. ഞാൻ എൻ്റെ പാർട്ട്ണർ ഉള്ളപ്പോഴാണ് ഇത്രയും വെയിറ്റ് അടിക്കാറുള്ളൂ. കാരണം ഓക്കെ, നോക്കാം. 4 സെറ്റ്. യെസ്, 2 3 6 നമ്പറാണ്. 6 റെപ്പാണ് നമുക്ക് അടിക്കാൻ പറ്റിയുള്ളത്. കയറ്റ് വെയിറ്റൊക്കെ അതുപോലെ തന്നെ ഇറക്കി വെക്കണം കേട്ടോ. മിക്ക ജിമ്മിലും പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് അടിക്കുക, അവിടെ ഇട്ടിട്ട് പോവുക. ആ പരിപാടി പറ്റില്ല. നമ്മൾ അതെല്ലാം അടുത്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഗ് പ്രസ്സാണ്. ഓക്കെ, വേണ്ടോ? ഏതോ ഇന്നലെ അടിച്ചു പോയന്മാർ ഫുൾ വെയിറ്റ് ഇട്ട് പോയേക്കുക കേട്ടോ. ആരും ഇങ്ങനെ ചെയ്യരുത്. ഓക്കെ ഗൈസ്, നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് ലെഗ് പ്രസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ വെയിറ്റ് ഞാൻ കുറച്ച് കയറ്റിയിട്ടുണ്ട്. 2 4 6 120 കിലോ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബേസാണ്. ഒരു 4 സെറ്റ് അടിക്കാം നമുക്ക്. ഞാൻ പറഞ്ഞ രീതിക്ക് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യണത്. വാമ്പ് സെക്ഷൻ എന്ന രീതിയിൽ നമുക്കൊരു 12 അടിച്ചാൽ മതി. ലെറ്റ്സ് സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 1 2
ഓക്കെ, നമ്മൾ ഫസ്റ്റ് സെറ്റ് അവസാനിച്ചു ഗൈസ്. ഓക്കെ, വലിയ പ്രശ്നമില്ല കേട്ടോ. ഇത്ര ഏർലി മോർണിംഗ് വന്നിട്ട് വർക്കൗട്ട് ചെയ്യില്ല, അതിൻ്റെയാണ് ഒരു ടയർഡ് പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ഇനി നമുക്ക് ഇത് കുറച്ചും കൂടി വെയിറ്റ് കയറ്റാം, നല്ലതായിരിക്കും. നമ്മൾ രണ്ടാമത്തെ സെറ്റ് തുടങ്ങാൻ പോവുക. ഞാൻ അധികം റെസ്റ്റ് എടുക്കണില്ല കേട്ടോ, എനിക്ക് ക്ലയൻസ് വരും ഇപ്പോൾ, അപ്പോൾ അവരും കൂടി നോക്കണം. സമയമായി തുടങ്ങി. ഓക്കെ, സെക്കൻഡ് സെറ്റ് തുടങ്ങാൻ പോവാണ്. 10 reps കിട്ടിയാൽ മതി. സ്റ്റാർട്ട്. സ്ക്വാട്ട് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സോറി, ലെഗ് പ്രസ് ചെയ്യുമ്പോൾ മാക്സിമം എത്ര ഇറക്കുക, പൊന്തിക്കുക. മുട്ട് ഫുള്ള് നിവർത്തരുത് ഒരു കാരണവശാലും കേട്ടോ. 2 3 4 5 6 7 8 9 10. ഓക്കെ, രണ്ടാമത്തെ സെറ്റും വളരെ തൃപ്തികരമായി പൂർത്തീകരിക്കുന്നു. കുറച്ച് വെള്ളം കുടിക്കാം. കിട്ടി, ബോട്ടിൽ കിട്ടി. മൈൻഡ് സെറ്റാണ് നമുക്ക് ഏറ്റവും മെയിനായിട്ട്. വെയിറ്റ് ട്രെയിനിങ്ങിൽ മൈൻഡും മസിലും കണക്ഷൻ വേണം. ഓക്കെ, ഫോക്കസ് ചെയ്യുക, ടാർഗറ്റ് ചെയ്ത് ചെയ്യുക, ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുക, ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യുക. ഓക്കെ, ഓടെ തേർഡ് സെറ്റ്. മൂന്നാമത്തെ സെറ്റ് വെയിറ്റ് കയറണം. നമുക്കൊരു 8 റെപ്പ് കിട്ടിയാൽ മതി. റാക്ക് നിറച്ചിട്ടുണ്ട്. അടുത്ത് തുടങ്ങാം. എവിടെ പിടിക്കാൻ എനിക്കൊരു ഗ്രിപ്പിന് വേണ്ടിയിട്ടാട്ടോ. യെസ്, 1 2 3 4 5 6 7 8. വേണമെങ്കിൽ 2 റൗണ്ട് അടിക്കാം. 9 10 റെപ്പ് തന്നെ. ഒരു സെറ്റും കൂടി അടിക്കാം. 4 സെറ്റോ 8 നമ്പർ കിട്ടിയാലും ഓക്കെ. വെയിറ്റിൽ ഓടിയാം. നമ്മൾ പുഷ് ചെയ്യുമ്പോൾ കൗണ്ട് ചെയ്യുക. 1 2 3 4 അങ്ങനെ കൗണ്ട് ചെയ്യുക. അപ്പം തന്നെ നമുക്കൊരു ബ്രീത്തിങ് അങ്ങോട്ട് നടന്നോളും. ടെക്നിക്കാണ്. ഈ എയർ പിടിച്ചും ബലം പിടിച്ചിട്ടും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ബ്രീത്തിങ് വരണം, കൗണ്ട് ചെയ്യുക. മനസ്സിൽ കൗണ്ട് ചെയ്താൽ പോരാ. ഓക്കെ, നാലാമത്തെ സെറ്റ്. Come on. Yes. 1 2 3 4 6 7 8. 8 നമ്പർ. ഓ മൈ ഗോഡ്. ലെഗിന് അടിച്ചു കഴിഞ്ഞാലേ ഈ ഒരു ഫീല്, നല്ല ഫീല്. ഏത് മൂഡ്? പൊള്ളി മൂഡ്. വെയിറ്റ് കൂരിയിടണം. വെയിറ്റ് ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് പോകരുത്, പല അപകടം ഉണ്ടാവാം. മാത്രമല്ല മെഷീൻസിനും കംപ്ലൈൻ്റ് ആണ്. ഓരോ വെയിറ്റ് ഇങ്ങനെ എടുത്ത് വയ്ക്കുക. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെഗ് എക്സ്റ്റൻഷനാണ്. നമുക്ക് 4 സെറ്റ് അടിക്കാം, കുഴപ്പമില്ല. സ്റ്റാർട്ടിങ് നമ്മളൊരു 10 kg വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 4 സെറ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 12 10 8 6 മാക്സിമം വെയിറ്റ് അടിക്കാൻ നോക്കണം, ശ്രമിക്കാം. ഓക്കെ, നമുക്ക് സീറ്റ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ജിമ്മിൽ വരുന്ന ഫസ്റ്റത്തെ ആളാണ്
ചോണട്ടെ ഒരു ഹായ് പറഞ്ഞേ. നമ്മുടെ യൂട്യൂബ് ചാനലാണ് ഫസ്റ്റത്തെ തുടങ്ങുന്നു. ഓക്കെ, നമ്മുടെ ഫസ്റ്റത്തെ നമ്പറാ. ഓക്കെ, നമ്മൾ ഈ മിത്ത് അടുത്താളെത്തിയിട്ടുണ്ട്. 2 3 4 5 8 6 7 8 9 10 1 2 കളിയാക്കണണ്ട 2 3 വാമപ്പാണ് 4 5 6 7 8 9 1 2 അടുത്താളെത്തിയിട്ടുണ്ട്. സുഗുണൻ പറയടാ പുതിയ മറ്റവനവിടെ. ഓ ഓക്കെ, ഞാൻ വർക്കൗട്ട് ലെഗ് സ്കോട്ട് അടിച്ചോ? എല്ലാവർക്കും സ്കോട്ട് ഇട്ട് കൊടുത്തിട്ട് പണി കൊടുത്തിട്ട് തുടങ്ങാം. നെക്സ്റ്റ് 1 2 3 4 5 6 7 8 ഓക്കെ, രണ്ടാമത്തെ സെറ്റ് കഴിഞ്ഞിരിക്കുന്നു. വളരെ വിജയമായി പൂർത്തീകരിച്ചിരിക്കുന്നു. അടുത്തതും വെയിറ്റ് കയറ്റാം. തേർഡ് സെറ്റ് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് സ്റ്റാർട്ട്. 8 reps. 1 2 3 4 5 6 7 8 number. Next, left. Go. Is it 1 2 3 4 5 6 7 8. എട്ടാമത്തെ വളരെ കഷ്ടപ്പെട്ടിട്ട് മതിച്ച് ഒരു സെറ്റും കൂടി നമുക്ക് അടിക്കാം. ലെഗ് വർക്കൗട്ട് നന്നായി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ബോഡി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. എത്ര കിട്ടുകയാണെങ്കിലും എത്ര കിട്ടിയാൽ മതി, ബോണസാണ്. ഓക്കെ, 1 2 3 4 5 6 6 കിട്ടി. മതി. നെക്സ്റ്റ് 1 2 3 4 5 6. ലെഫ്റ്റ് ആണ് വീക്ക്. അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും വലത് ഭാഗം കൊണ്ടാണല്ലോ എല്ലാം യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് സ്ട്രോങ് ആയിരിക്കും, മറ്റേ കുറച്ച് വീക്ക് ആയിരിക്കും. പക്ഷെ കണ്ടീഷൻ ചെയ്തെടുക്കണം, ശരിയായിക്കോളും. ഓക്കെ, അടുത്ത് നമുക്ക് ഹാംസ്ട്രിങ്ങും കൂടി വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഹാംസ്ട്രിങ്ങുകളിന് ഇവിടെ മെഷീൻ പ്രസ്സും അതുപോലെ തന്നെ ലെഗ് പ്രസ്സിനും മെഷീൻസ് ഉണ്ട്. പക്ഷേ മാനുവലാണ് വർക്കൗട്ട് ചെയ്യാറ്. അതാണ് ഒന്നുകൂടിയും കൂടുതൽ എഫക്റ്റീവാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കറക്റ്റ് നിൽക്കുക, പൊസിഷൻ കീപ്പ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 1 2 വെയിറ്റ് കുറവാണ്, വെയിറ്റ് കയറ്റണം. രണ്ടാമത്തെ സെറ്റിൽ വെയിറ്റ് ലോഡ് ചെയ്തു. ഓക്കെ, കുറച്ച് അശോകന് കുറച്ച് ക്ഷീണമാവാം. സെക്കൻഡ് സെറ്റ്. 2 3 4
5, 6, 7, 8, 9, 10. മൂന്നാമത്തെ സെറ്റ് വെയിറ്റ് കുറച്ച് കയറ്റിയിടാം. അറിയാൻ പറ്റില്ല. ഓക്കെ, തേർഡ് സെറ്റ്. 8 rep. Yes. 1, 2, 3, 4, 5, come on, 6, 7, 8. 3 സെറ്റ് കഴിഞ്ഞു. ഒരു സെറ്റ് വേണ്ടി ചെയ്തിട്ട് അവസാനിപ്പിക്കാം, കാരണം തിരക്കായി. പിന്നെ നമുക്കൊരു ദിവസം ചെസ്റ്റിന് അടിക്കുന്ന ദിവസം കാഫിൻ്റെ ഇത് കൊടുക്കാം. ഓക്കെ, കാഫിന് വന്നിട്ട് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെസ്റ്റിന് അടിക്കുന്ന ദിവസം കാഫ് കൊടുത്ത് നമുക്ക് വർക്കൗട്ട് കാണിക്കാം കേട്ടോ. വെയിറ്റ് ഇടുന്ന സ്ഥലം ഫുള്ളായി എന്നാണ് പറയണത്. ഇനി സ്പേസ് ഇല്ല, ആരെങ്കിലും വേണമെങ്കിൽ കയറ്റിയെടുത്താണ്, നമുക്കെല്ലാം അറിയുള്ളൂ. ഓക്കെ, ലാസ്റ്റ് സെറ്റ്. അയ്യോ, ഒന്നുമില്ല. 2, 3, 4, 5. ഫെയിലിയർ. നാലാമത്തെ സെറ്റും പൂർത്തീകരിച്ചു. അവിടെ കാലിൻ്റെ മെയിൻ പാർട്ടുള്ള വർക്കൗട്ട് തീർന്നിട്ടുണ്ട്. കാഫാണ് ഇനി ചെയ്യാനുള്ളത്. അത് നമുക്ക് ചെസ്റ്റ് അടിക്കുന്ന ദിവസം ചെയ്യാം. നടക്കുള്ളൂ, സമയമായി. നമ്മളെ ഹാംസ്ട്രിങ്ങുകളുടെ വർക്കൗട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് മറ്റേ കാഫ് റൈസ് ചെയ്യാനുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് പിന്നെ എനിക്ക് PT ഉണ്ട്, ക്ലയൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്ട്രെച്ച് ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ. ഓക്കെ, സ്ട്രെച്ചിങ് ആയിട്ട് ഞാൻ ചെയ്യാറ് സാധാരണഗതിയിൽ മാക്സിമം സ്ട്രെച്ച് മേലേക്ക് കൊടുക്കുക. ഓക്കെ, ചാരി എന്നിട്ട് ചെയ്യാൻ നല്ലത്. ഒന്നുകൂടി കൂടുതൽ ഫുള്ളായിട്ട് വലിക്കുക. നമ്മൾ പിടിച്ചിങ്ങനെ ബാക്കിലോട്ട് കൂടുതൽ സ്ട്രെച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് സ്ട്രെച്ച് കൊടുക്കുക. കയറ്റി വെച്ചിട്ട് സ്ട്രെച്ച് കൊടുക്കണം. ഇന്നത്തെ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കിട്ടണമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. കാരണം ഫസ്റ്റത്തെ വീഡിയോ ആണ്, പോരായ്മകളുണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവണം. ഓക്കെ, അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടൻറ്റുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.